വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിടിക്കാതിരിക്കാൻ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കരിമീൻ ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ. ചേട്ടൻ പരിപാടിയില്ല. അവിടെ തിരുവനന്തപുരക്കാരൻ ബിപിൻ ചേട്ടൻ്റെ സ്പെഷ്യലാണ്. ഇവിടെ സ്പൈസി ആയിട്ടുള്ളതാണ്, കിട്ടുന്നില്ല. കുറച്ച് സ്പൈസി കൂടിയ നമ്മുടെ കരിമീൻ വറുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മുടെ ഓയിലേക്ക് ഇന്ന് മധുരമായ ശബ്ദമല്ലേ? അതെ അതെ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാള അഥവാ മത്തി ഇതിലേക്കുള്ള മാരിനേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, സ്പൈസി തന്നെയാണ് രണ്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ക്രഷ്ഡ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത്, കുറച്ച് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ ഉണ്ട്, മൈദ, കുറച്ച് മൈദ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. ഇത് എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ചട്നി. ഇത് എന്താണ് ചേട്ടാ? ഇത് നമ്മുടെ ചെറിയ ഉള്ളി, ചുവന്ന വറ്റൽമുളക്, പിന്നെ ചതച്ചരച്ച് അങ്ങ് എടുത്തേക്കുവാണ്. വറ്റൽമുളകും ചുവന്നുള്ളിയും കൂടി. അപ്പോൾ ഇതങ്ങോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ആ ഒരു ചട്നി. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വരാണ്. നന്നായിട്ട് അങ്ങ് തിരിഞ്ഞ് ഞെരടി അല്ലേ, വറുത്ത് കോരണം. മാരിനേഷൻ ചെയ്യാൻ പോവാണ്. പിന്നെ അതോട്ട് പതുക്കെ അങ്ങ് പുരട്ടുക. മീൻ മറിച്ചിട്ടുണ്ട്. കരിമീൻ വേഗാവട്ടെ എങ്കിൽ പിന്നെ വേഗം കഴിക്കാമല്ലോ. ഇത് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ സംഭവങ്ങൾ. മീൻ അപ്പോൾ ഇതൊന്നാവട്ടെ. അപ്പോഴേ നമുക്ക് ഇതിവിടെ ഇങ്ങോട്ട് വെക്കാം അല്ലേ? ഇതിപ്പോൾ എത്ര നേരം പിടിക്കും? 5 മിനിറ്റ് അപ്പോഴത്തേക്ക് കുക്കാവും. 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കരിമീൻ കുക്കായി കിട്ടും. അപ്പം എടുക്കാം. ഒരു 5 മിനിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ പ്ലേറ്റും പിടിച്ച് നിൽക്കുകയാണ്. ആയില്ലേ? ഏകദേശം കരിമീനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. ഓ, ആ ഒരു കറിവേപ്പിലൊക്കെ അതിനകത്ത് പറ്റി പിടിച്ച് അങ്ങ് വറുത്തിരിക്കുന്നത്. ആഹാ, എന്താ നമ്മുടെ കരിമീൻ ഇരിക്കണുണ്ടോ? നമ്മുടെ കരിമീൻ ഫ്രൈ ആയിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമ്മുടെ മത്തി പൊരിച്ചതാണ് നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇത്തിരി ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഇതാണ്. ഇത് മത്തി പൊരിച്ചാണ്. സ്പൈസി ആക്കി നമ്മൾ ഡീപ്പ് ഫ്രൈ പൊരിക്കാൻ പോണതാണ്. അപ്പം മത്തി പൊരിക്കാൻ പോവാണ്. അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആണ്. ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഡിഷാണത്. പോന്നോട്ടെ. ഇട്ടോളൂ മീൻ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് എന്ന് പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മണം, നല്ല ചാള ഇങ്ങനെ വറുക്കുന്നതിന് മണം വന്നുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ആയിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. ആയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ചാള പൊരിച്ചത് പ്രത്യേകം മിശ്രിതമായിട്ട് നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഇട്ട് ആക്കിയതാണ്. ഇപ്പോൾ അതായിട്ടുണ്ട്. ഞാൻ അതും കൂടി ഇങ്ങനെ നമ്മുടെ മൺചട്ടി ഇങ്ങനെ ഇത് മാറ്റാണ്. എന്താ അപ്പോൾ നമ്മൾ മത്തി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കരിമീൻ ഫ്രൈ, മത്തി പൊരിച്ചത്, നമ്മുടെ അപ്പം, മുട്ടയപ്പം, പുട്ട്, മീൻ പുട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ. താങ്ക് യു. ഞാനിപ്പോൾ അപ്പുറത്ത് പോരുന്നത് കഴിക്കാൻ പോവാണ്. ഗോപി ചേട്ടാ വളരെ നന്ദി. താങ്ക് യു. വിപിൻ ചേട്ടാ വണക്കം. താങ്ക് യു. അപ്പം എന്തായാലും ഇത് അപ്പുറത്ത് പോയി കഴിക്കുക. അങ്ങോട്ടൊന്ന് തന്നാൽ തീർച്ചയായിട്ടും താങ്ക് യു. ഷെഫ് എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിപ്പുണ്ട്. നമ്മളെല്ലാം നല്ല വിശദമായിട്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തു അവിടെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ പല സ്റ്റാർ ഹോട്ടൽസുകളിലും ഇതൊരു ട്രെൻഡായി മാറാൻ തോന്നുന്നുണ്ട്. ഈ പഴമയിലിട്ട് നമ്മുടെ നാടൻ വിഭവങ്ങളിലോട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാനിപ്പോൾ തന്നെ 3ാമത്തെ 4ാമത്തെ ആയിട്ടാണ്. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ ചൈനീസ് കോണ്ടിനെന്റിലൊക്കെ ഒരു
ട്രെൻഡായിരുന്നു. ഇപ്പോൾ ഫാമിലീസ് വന്ന ചൈനീസ് ഫുഡേ ഓർഡർ ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം തിരിച്ച് ബാക്ക് ടു നമ്മുടെ അവർ ഓൺ ഫുഡ്, കേരള ഫുഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ കേരള ഫുഡ് നല്ല മാർക്കറ്റാണ്. അതെപ്പോഴാണ് ഞങ്ങളെപ്പോഴൊരു ഇയർലി ഒരു 4-5 ഫുഡ് ഫെസ്റ്റിവൽ ചെയ്താലും കേരള ഫുഡ്, ഇപ്പോൾ ട്രാവൻകൂർ അല്ലെങ്കിൽ മലബാർ അല്ലെങ്കിൽ മാപ്പിള ഫുഡ് ഫെസ്റ്റിവൽ എന്നാൽ കേരള ഫുഡ് ട്രഡീഷണൽ ഫുഡാണെങ്കിൽ നല്ല മാർക്കറ്റാണ്, നല്ല ക്രൗഡാണ്. ഇടയ്ക്ക് അതുകൊണ്ട് ഇപ്പം മിക്ക സ്റ്റാർ ഹോട്ടൽ നമുക്കറിയാലോ, ഇപ്പം 3-4 ഞാനിപ്പോൾ സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ ഒരു വെള്ള കളറിലൊക്കെ സാധനമൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതും തന്നോളൂ സന്തോഷം. ഓ താങ്ക് യു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിപിൻ ചേട്ടനും ഓബി ചേട്ടനും കൂടെയാണ് എല്ലാം ഇങ്ങനെ വിളമ്പിക്കൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഗ്ലാസ് കള്ളം തന്നിട്ടുണ്ട്. മധുരം ടെൻഡർ കോക്കനട്ട് ഇളനീരാണ്, ഇളനീര് പഴുപ്പെല്ലാം കൂടി അടിച്ചിട്ട് ഇളനീര് കരിക്കാട്ടാ പറ്റിച്ചാണ്, ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആഗ്രഹിപ്പിച്ച്. അപ്പം എന്തായാലും നമ്മുടെ നല്ല വറവിൻ്റെ മണം. ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് തുടങ്ങാണ് ഞാൻ. ഓക്കെ, അപ്പം നമ്മുടെ മീൻപുട്ടും മത്തി നല്ല കുരുമുളകിൻ്റെയും ആ ഒരു ഉള്ളി ചുവന്നുള്ളിയിലൊക്കെ ഫ്ലേവർ ശരിക്കും മത്തിലേക്ക് ഇടുന്നത്. ആ ഒരു വറുത്ത തേങ്ങ ഫ്ലേവറാണ് മീനിനെക്കാളും കുറച്ചുകൂടി കിട്ടുന്നത്. അത് ചതച്ച് വരുമ്പോഴാണ് മീനിൻ്റെ ജ്യൂസ് പോലെ പൊടിയായത് കാരണമായിരിക്കും ഇങ്ങനെയും പുട്ടുണ്ടാക്കാം. മീൻ പൊടി പൊടിച്ചിട്ട് മീൻ പീര പോലെ ആക്കിയിട്ട് നമ്മൾ തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ ഫിഷിനൊക്കെ ആ ജ്യൂസി അതുപോലെ നിൽക്കും, അതുപോലെ ഡ്രൈ ആയി പോകുന്നില്ല. ഫിഷൊക്കെ തവയിൽ ഗ്രില്ല് ചെയ്തെടുക്കും. മുട്ടയപ്പം ഇതിപ്പോൾ മെയിനായിട്ട് എന്തിൻ്റെ ഒപ്പം കൊടുക്കുന്നത് നമ്മൾ? അല്ല, ഈ മുട്ട അപ്പം എന്താണ് സൈഡ് ഡിഷ് ചെയ്യുന്നത്? ഫിഷ് ഉണ്ട്, കരിമീൻ. ഷാപ്പ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കരിമീൻ ഒഴിവാക്കാൻ പറ്റൂല. കരിമീൻ അതൊരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ മണം ശരി. ക്രിപ്സിയല്ല അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒട്ടും ഫ്രൈഡ് അല്ല, അങ്ങനെ ക്രിപ്സി അല്ല, ചെറിയൊരു പൊള്ളിച്ച ആ ഒരു രീതിയിലാണ്. കണ്ട ഇത് മാത്രമല്ല, നമ്മൾ കാണാത്തതും പിന്നെ കുറേ സംഭവങ്ങൾ, പൊടിമീനുണ്ട്, ഡക്കുണ്ട്, അങ്ങനെ കാണാത്ത സംഭവങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും വന്നാലും ഇത് നമ്മുടെ ഫെസ്റ്റിവൽ ഓൾറെഡി ഇത് ചിലപ്പോൾ ലൈനിൽ പോകുമ്പോൾ ഫെസ്റ്റിവൽ കഴിഞ്ഞിരിക്കാം ഒരു പക്ഷേ. എന്നാലും എപ്പോൾ വേണമെങ്കിൽ വന്നാൽ ഷെഫിനെ വിളിച്ച് സംസാരിച്ചു, ഷെഫ് എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത്. ഷുവർ. നമുക്കിവിടെ സ്പെഷ്യൽ ഓർഡർ ഇഷ്ടമുള്ള സാധനം അപ്പോൾ എന്നിട്ട് ചോദിച്ചാൽ മതി. പിന്നെ ഇതെല്ലാം സെറ്റപ്പ് ആയിട്ടാണ് മൊത്തം. ഇവിടെ വിലവര പട്ടിക, അവിടെ ഷാപ്പിലെ നിയമങ്ങൾ കാണാം. ഇത് 2-3 ഇതാണ് എന്നെ പറ്റുന്നത്. അവർ പ്രതീതി പോയി ഇതിലാണ്. വളരെ നന്ദിയുണ്ട് ഇങ്ങനെ മുട്ടും മീനൊക്കെ തോന്നുന്നത്. ഇത് കറക്റ്റ് നമ്മുടെ ഗോകുലം പാർക്കാണ്, കലൂർ സെക്കൻഡ് ഫ്ലോർ റെസ്റ്റോറൻറ്റ് പെരിയാർ റെസ്റ്റോറൻ്റ് ആണ്. ഗോകുലത്തിലാണ്, കലൂർ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നമ്മുടെ ഷെഫും ഉണ്ടാവും, GM ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നല്ല ഹോട്ടൽ റൂംസ് ഉണ്ട്, അവിടെ വന്ന് താമസിച്ച് ഇരുന്ന് വേണമെങ്കിൽ റൂമൊക്കെ എടുത്തിരുന്ന് കഴിക്കാം കേട്ടോ. നല്ല ഫുഡുണ്ട്. എന്തായാലും താങ്ക് യു. നമുക്ക് എന്താ അടുത്ത എപ്പിസോഡ് കാണാം. ഇവിടെ ചാള എനിക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്.